ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ റോസ്റ്റാണ്. ബിരിയാണിക്കൊപ്പമൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. ബിരിയാണിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നെയ്ച്ചോറിൻ്റെ കൂടെയോ അപ്പം പൊറോട്ട എന്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ ഉപ്പും വിനീഗറൊക്കെ ചേർത്ത് നന്നായി കഴുകിയതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാനാണ് കേട്ടോ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചി കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. ഇനി ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം കേട്ടോ. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കൂടുതൽ സമയം വയ്ക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഓവർനൈറ്റ് വെച്ചാൽ കൂടുതൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 4 സവാള എടുത്തിട്ടുണ്ട്. ഇത് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. മുഴുവനും ഫ്രൈ ചെയ്യുന്നില്ല. 3 സവാള ഫ്രൈ ചെയ്യാം. കുറച്ച് സവാള വഴറ്റാനായിട്ട് മാറ്റി വയ്ക്കാം. മീഡിയം സൈസ് വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പേസ്റ്റ് ആക്കണം. പിന്നെ 2 തക്കാളി കൂടി വേണം. ഇനി ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ചെറിയ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 12 അണ്ടിപ്പരിപ്പ്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 4 കരയാമ്പൂവ്, 1 തക്കോലത്തിൻ്റെ പകുതി, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ സാജീരകം, 1 ബേ ലീഫ്, 10 കാശ്മീരി മുളകും 4 സാധാരണ മുളകും എടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് ഫ്രഷ് കരിവേപ്പിലയും കൂടിയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം. അതിലേക്ക് സവാള ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള മാറ്റി വെക്കണം. നമ്മളിവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേഗം ഫ്രൈ ആയി കിട്ടുന്നതിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോവരുത്. ഇതാ സവാളയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു കൊടുത്താൽ എല്ലായിടത്തും ഒരുപോലെ വേഗം ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ദാ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ സവാളയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഫ്രൈ ചെയ്ത ബാക്കി വെളിച്ചെണ്ണയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ 3 ബാച്ചായിട്ടാണ് കേട്ടോ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണയിൽ പാകം ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ചിക്കൻ കറിക്ക് കൂടുതൽ സ്വാദ്. ഇപ്പോൾ ദാ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ചിക്കൻ വറുത്ത് ബാക്കി വന്ന വെളിച്ചെണ്ണയില്ലേ, അതിൽ നമുക്ക് തേങ്ങയും മസാലയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയും മസാലയൊക്കെ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോവരുത്. ഇപ്പോൾ ദാ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് വെക്കുന്നത് ഓട്ടുരുളിയിലാണ്. സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഉരുളി അടുപ്പിലോട്ട് വയ്ക്കാം. 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച 2 തക്കാളി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് യോജിച്ച് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ചേ ഈ കറിയിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങ തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സി കഴുകിയെടുത്ത കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. ഇത് നന്നായി തിളച്ച് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കനിൽ മസാലകളൊക്കെ നന്നായി പിടിച്ചു വരണം. 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ ചിക്കനിൽ ഗ്രേവിയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ സവാള ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ ചിക്കൻ റോസ്റ്റിന് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൂടി അടിച്ചിടണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.